ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഞാൻ അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 3/4 കപ്പ് കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് നമുക്കിതൊരു തിക്ക് ബാറ്ററായിട്ട് തയ്യാറാക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 3 പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഉള്ളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 1.5 ഉള്ളിയാണ് എടുത്തത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് അല്പം ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരി കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം റൗണ്ട് ബോൾസാക്കി ചെയ്തെടുക്കുന്നുണ്ട്. അധികം ചൂട് ആറാതെ ആ ഒരു ലൈറ്റ് കൈ നമുക്ക് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിലാണ് ഞാനിവിടെ ബോൾസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാവിൽ മുക്കി പൊരിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ ബോൾസ് ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് 2 ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതേ കൂട്ടിൽ നമുക്ക് മുളകോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.